ഇത്തവണ കീം പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അതിസങ്കീർണമായിട്ടുള്ള നിയമ നടപടികൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും കടന്ന് അത് സുപ്രീം കോടതി വരെ നീണ്ടു. 2011 മുതൽ നടപ്പിലാക്കി വരുന്ന മാർക്ക് സമീകരണം എന്ന പ്രക്രിയയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയാക്കിയത്. അതായത് കേരള സിലബസ് വിദ്യാർത്ഥികളുടെ മാർക്ക് യാതൊരു അക്കാദമിക യുക്തിയുമില്ലാതെ വെട്ടിക്കുറയ്ക്കുന്ന ഈ മാർക്ക് സമീകരണം എന്ന അനീതിക്കെതിരെ നിരന്തരം എഴുതുകയും ഒരൊറ്റയാൾ പോരാട്ടം എന്ന പോലെ തന്നെ സമരമുഖത്തുണ്ടാവുകയും ചെയ്ത വിദ്യാഭ്യാസ പ്രവർത്തകനും അധ്യാപകനുമായ പി പ്രേമേന്ദ്രനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഈ വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം തുടക്കം മുതൽ, അതായത് കഴിഞ്ഞൊരു വർഷം മാത്രമല്ല, അതിനു മുമ്പേ തുടങ്ങി ഈ വിഷയം കേരളീയ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കും പോരാട്ടങ്ങൾക്കുമൊക്കെ അതിൻ്റെ ഒരു അന്തരീക്ഷമൊരുക്കം ചെയ്ത വ്യക്തിയാണ്. കഴിഞ്ഞൊരു വർഷം നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളുടെയും മറ്റും ഫലമായിട്ട് കൂടിയാണ് കേരള സർക്കാർ ഇത്തവണ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയും ഈ മാർക്ക് സമീകരണത്തെക്കുറിച്ച് പഠിക്കുകയും അത് കേരള സിലബസ് വിദ്യാർത്ഥികളോട് ചെയ്യുന്ന കടുത്ത അനീതിയാണെന്ന് കണ്ടെത്തുകയും ചെയ്ത് പുതിയ ഫോർമുല പ്രകാരമാണ് ഇത്തവണ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ആദ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആ പുതിയ ഫോർമുല തള്ളിക്കളഞ്ഞു. അത് ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. സുപ്രീം കോടതിയിൽ പോയപ്പോഴും അതിന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു വിധി, കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. മാഷ് വിചാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ ഹൈക്കോടതിയിലെ 2 ബെഞ്ചുകളിലും സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് ഈ വിഷയത്തിൽ ന്യായമുണ്ടായിട്ടും ഒരു അനുകൂലമായിട്ടുള്ള വിധി നേടിയെടുക്കാൻ കഴിയാതെ പോയത്? നമസ്കാരം. 2 കാര്യങ്ങളുണ്ട്. ഈ സുപ്രീം കോടതിയിൽ യഥാർത്ഥത്തിൽ ഇന്നലെ അത് പൂർണ്ണമായിട്ട് അവസാനിക്കുകയല്ല ചെയ്തത്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യം. ആ കേസ് പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ടില്ല. സർക്കാരിന് നിർബന്ധമായിട്ട് ആ കേസിൽ കക്ഷി ചേരാൻ വേണ്ടിയിട്ട് 4 ആഴ്ച സമയം കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും അതിനകത്തുള്ള വാദങ്ങൾ തുടരും. ഇപ്പൊ തൽക്കാലം ഇതിൽ ഇടപെടുന്നില്ല. ഈ വർഷത്തെ കീമിന്റെ ഈ പ്രവേശന പ്രോസസ്സിൽ സുപ്രീം കോടതി ഇടപെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കേസ് പരാജയപ്പെട്ടത് എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സത്യത്തിൽ ഇന്ന് വരെ ഈ സിംഗിൾ ബെഞ്ച് വിധിയാകട്ടെ, അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ച് ആവട്ടെ, ഇപ്പോൾ സുപ്രീം കോടതി ആകട്ടെ, ഈ വിഷയത്തിന്റെ യഥാർത്ഥത്തിലുള്ള കാര്യകാരണങ്ങളിലേക്ക്, അതിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല. യഥാർത്ഥത്തിൽ കടക്കാൻ അവർക്ക് ഇടവന്നിട്ടില്ല. അതായത് കോടതി പലപ്പോഴും പരിശോധിച്ചത്, എല്ലാ കോടതിയും പരിശോധിച്ചത്, ആദ്യം സിംഗിൾ ബെഞ്ചാണ്. സിംഗിൾ ബെഞ്ച് പൂർണ്ണമായിട്ട് പരിശോധിച്ചത് ഈ പ്രോസ്പെക്ടസിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തു. ഏറ്റവും അവസാന നിമിഷം റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ എന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം സാങ്കേതികമായത് ശരിയാണ്. കാരണം ഇതിനകത്തുള്ള മാറ്റം, ഈ പ്രോസ്പെക്ടസിൽ ഉള്ള മാറ്റം ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് ഉത്തരവ് ഇറങ്ങിയത് ഒരു 4:52 മറ്റുമാണ്. 5:52 റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഈ 1 മണിക്കൂർ ഗ്യാപ്പിൽ ഇതിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു കാര്യത്തിൽ മാറ്റം വരുത്തുകയും ഉടൻ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് പറയുന്നതിലെ ഒരു സാങ്കേതിക പ്രശ്നമാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി, ഈ നമ്മുടെ സിംഗിൾ ബെഞ്ച് കോടതി മുതൽ എടുത്തു കാട്ടിയിട്ടുള്ളത്. പ്രധാനമായിട്ടും സിംഗിൾ ബെഞ്ച് വിധി നമുക്ക് മുൻനിർത്താം. അതിൽ 2-3 കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് നമ്മൾ നോക്കിയാൽ കാണുന്നത്. ഒന്ന്, ഈ പറയുന്ന കാര്യം. 2, അതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേരള ഗവൺമെന്റിന്റെ കയ്യിൽ റിസൾട്ട് മുഴുവനുണ്ട്. കേരള ഗവൺമെന്റിന്റെ കയ്യിൽ എല്ലാ കുട്ടികളുടെയും പ്രത്യേകിച്ച് യോഗ്യതാ പരീക്ഷയുടെ റിസൾട്ട് ഉണ്ട്. ഈ റിസൾട്ട് കയ്യിലുള്ളപ്പോൾ കേരളത്തിലെ കുട്ടികൾ പിറകിലാണ്. അപ്പോൾ പിറകിലായിട്ടുള്ള അവരെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ തരത്തിലുള്ള മാറ്റം കൊണ്ടുവന്നത് എന്ന ഒരു നിരീക്ഷണവും നമുക്ക് ആ സിംഗിൾ ബെഞ്ച് വിധിയിൽ കാണാം. അത് പറയുന്നത് ആർഗ്യുമെന്റ് ആണ്. ആ ആർഗ്യുമെന്റിനെ സമ്മതിക്കുകയാണ് കോടതി ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന ഈ മാറ്റം, ഈ ഏറ്റവും അവസാന നിമിഷം, പ്രധാനപ്പെട്ട ഒരു വാക്യം ഉദ്ധരിച്ചത് നമ്മൾ കണ്ടല്ലോ. ഓട്ടം തുടങ്ങിക്കഴിഞ്ഞ് അവസാന നിമിഷത്തിലല്ല കളി നിയമം മാറ്റേണ്ടത് എന്ന് പറയുന്ന
വളരെ പ്രധാനപ്പെട്ട ആ വാക്യം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ അതിന്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പരിശോധിക്കുന്നത്. അതിനകത്ത് നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിവേചനം എന്ന് പറയുന്ന ഒരു പ്രശ്നം, അതായത് ഭരണഘടനാപരമായിട്ടുള്ള നമ്മുടെ തുല്യ അവകാശം, തുല്യ നീതി എന്ന് പറയുന്ന ഈ ഒരു അംശം അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ഒരു അർത്ഥത്തിലേക്ക് ആ കേസിന്റെ മെറിറ്റിനെ ചർച്ച ചെയ്യാനോ കൊണ്ടുപോകാനോ സിംഗിൾ ബെഞ്ചിന് സാധിച്ചില്ല. കാരണം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ അത്രമാത്രം ഈ പറയുന്ന ഈ മാറ്റത്തിലും ഈ പ്രോസ്പെക്ടസിന്റെ കാര്യത്തിലും റിസൾട്ട് പ്രഖ്യാപനത്തിലും ഒക്കെ തന്നെ വരുത്തിയിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് അത് തന്നെയാണ് ഇത് പിന്നീട് രണ്ടാമത് വയലേറ്റ് ചെയ്യാൻ എന്തെന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ മാറ്റങ്ങൾ. ഇപ്പം പറയുന്നു, ഉദാഹരണമായിട്ട് പറയുന്നു, ഇവിടെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് മാറ്റിയത് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എക്സ്പേർട്ട് കമ്മിറ്റി റിപ്പോർട്ട് അത് പറയുന്നേ ഇല്ല. മാത്രമല്ല എക്സ്പേർട്ട് കമ്മിറ്റി പറയുന്നത് 1 വർഷം കഴിഞ്ഞ് നടപ്പിലാക്കിയാൽ മതി എന്നാണ്. അത്തരം കാര്യങ്ങൾ പിന്നെ എവിടെ നിന്നാണ് വന്നത്? എൻട്രൻസ് കമ്മീഷണറേറ്റ് ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ള മന്ത്രിസഭയ്ക്ക് മുന്നാകെ വെച്ചിട്ടുള്ള 5 നിർദ്ദേശങ്ങളിൽ ഒന്നാണ് അംഗീകരിച്ചത് എന്ന് പറയുന്നു. അതിന്റെ പ്രൂഫ് എന്താണ്? ആ പ്രൂഫ് അടക്കം കോടതി വിശ്വസിപ്പിക്കത്തക്ക നിലയിൽ ഹാജരാക്കാൻ ഈ പറയുന്ന സർക്കാർ ഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു തെറ്റായ അല്ലെങ്കിൽ തെറ്റായ എന്ന് പറയാൻ കഴിയില്ല, കോടതി പരിശോധിച്ചിട്ടുള്ള കാര്യം. അല്ലാതെ ഇതിനകത്ത് ഒരു അസമത്വമുണ്ട്. ഈ 2 ധാരകളെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ വിവേചനത്തിന് ഇരയാകുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ വാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ സർക്കാർ സുപ്രീം കോടതിയിൽ പോകുന്നില്ല എന്ന് പറയുന്നതോടുകൂടി ആ അദ്ദേഹം അവസാനിച്ചു കഴിഞ്ഞു സത്യത്തിൽ. പിന്നീട് അന്ന് തന്നെ ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിയുടെ കാര്യം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. 1 മണിക്കൂറിനുള്ളിൽ ഫലം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നതിന് മുമ്പേ, ഹൈക്കോടതിയുടെ ലിഖിതമായിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള വിധി പ്രസ്താവം, ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പ്രസ്താവം വരുന്നതിന് മുമ്പേ തന്നെ ഇത് മാറ്റിക്കൊണ്ടുള്ള 2ാമത്തെ റാങ്ക് ലിസ്റ്റ് സർക്കാർ പുറത്തിറക്കിയിരുന്നു. നമ്മൾ ശ്രദ്ധിക്കണത് അത് പ്രധാനപ്പെട്ട കാര്യമാണ്. AG വിളിച്ചറിയിച്ചു കേസ് നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളത്. അത് വാസ്തവമാണ്, അല്ല ഞാൻ വാസ്തവമല്ലാന്നല്ല പറയുന്നത്. പക്ഷേ അത് വരാനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. അപ്പൊ ഓർഡർ വന്നിട്ട് 1 മണിക്കൂർ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ ഓർഡർ വരുന്നതിന് മുമ്പേ ഈ വിധി പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ 2ാമത്തെ റാങ്ക് ലിസ്റ്റ് സർക്കാർ പുറത്തിറക്കിയിരുന്നു. അതൊരു നോട്ടബിൾ പോയിന്റ് ആണ്. കാരണം ഇവിടെ ഒരു ദിവസം മുമ്പ്, അതായത് ഈ 30-ാം തീയതി ചേർന്ന മന്ത്രിസഭാ യോഗം രാവിലെ തന്നെ ഇതിന് തീരുമാനിക്കണം. തിങ്കളാഴ്ച രാവിലെ തന്നെ മന്ത്രിസഭാ യോഗം പ്രത്യേക യോഗം ചേർന്നിട്ട് ഈ തീരുമാനം എടുക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന മാറ്റം, പ്രോസ്പെക്ടസിലെ സമീകരണ രീതിയിലുള്ള മാറ്റം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നുണ്ട്. ആ തീരുമാനിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ 1-2 മണിക്കൂർ ഉണ്ടെങ്കിൽ പ്രഖ്യാപിക്കാവുന്നതേ ഉള്ളൂ റിസൾട്ട്. അതിന്റെ ഉത്തരവ് വന്നു എന്ന് പറയുന്നതാണ് ഈ പറയുന്ന അടുത്ത ദിവസം ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക് എന്ന് പറയുന്നത്. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് റിസൾട്ട് വരികയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പൂർണ്ണമായിട്ടും ഈ റിസൾട്ട് പ്രഖ്യാപിക്കാൻ ആദ്യത്തെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ ഉണ്ടായിരുന്നു. അതാണ് കോടതി ചോദ്യം ചെയ്തത്. ഈ 2ാമത്തെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 1 മണിക്കൂർ പോയിട്ട് ഈ കോടതി ഉത്തരവ് വരുന്നതിന് മുമ്പേ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഓൾറെഡി ഉള്ള ഡാറ്റയാണ്. അത് പ്രോസസ്സ് ചെയ്യാൻ വളരെ കുറച്ചുണ്ട്. 10,000-70,000 കുട്ടികളുടെ ഡാറ്റയാണ് പ്രോസസ് ചെയ്യേണ്ടത്. അതൊക്കെ സെക്കൻഡ് വെച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇവിടെയുണ്ട്. അതെല്ലാമാണ് കോടതിയെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത്. അതൊന്നും ആ നിലയിൽ ബോധ്യപ്പെടുത്താൻ സർക്കാർ അഭിഭാഷകന് കഴിഞ്ഞിട്ടില്ല. അതിൽ ഐക്യ മലയാള പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ ആ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. കാരണം പൊതുവിദ്യാലയത്തിന് പ്രതികരിച്ചുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ഒരു വാദം നിലനിർത്താൻ വേണ്ടിയിട്ട് ഐക്യ മലയാള പ്രസ്ഥാനം 2 വിദ്യാർത്ഥികളുടെ പേരിൽ അതിൽ കക്ഷി ചേർത്തിട്ടുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ബാനു തിലകാരൻ ഞങ്ങളുടെ വക്കീൽ. ഞങ്ങൾ നന്നായിട്ട് ഈ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിരുന്നു. പക്ഷെ അത്തരം വിശദാംശങ്ങളിലേക്ക് കോടതി കടന്നില്ല. കോടതി തന്നെ അത് പറയുന്നുണ്ട്. കോടതി അവിടെ വാക്കാൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നന്നായി വാദിച്ചു, പക്ഷേ ഈ കേസിൽ ഒരുപാട് ഡിമെറിറ്റ്സ് ഉണ്ട്, ഈ കേസ് മോശമായിരുന്നു, അതുകൊണ്ടാണ് തോറ്റുപോയത് എന്ന് ഓപ്പൺ കോർട്ടിൽ പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പിന്നീട് ഡിവിഷൻ ബെഞ്ചിലും ഇതൊന്നും ശരിയായിട്ട് ന്യായീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. സർക്കാർ പിന്നീട് സുപ്രീം കോടതിയിൽ പോകുന്നില്ല എന്ന് പറയുന്നതോടുകൂടി സർക്കാരിന്റെ ഈ കുറിയത്തെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം, ഈ പറയുന്ന AICTCയുടെ ചില നിബന്ധനകൾ, ആഗസ്റ്റ് 15-നകം ക്ലാസ് തുടങ്ങണം എന്നൊക്കെ പറയുന്ന നിബന്ധനകളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം പിന്നീട് ഇത് തുടർന്നില്ല.
യഥാർത്ഥത്തിൽ തുടരേണ്ടിയിരുന്നു. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഇത് അഡ്മിഷൻ ഇപ്പൊ കഴിഞ്ഞിട്ടില്ല, ഇന്ന് കഴിയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വീണ്ടും നീട്ടിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു, അറിയില്ല, വീണ്ടും നീട്ടാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ദിവസത്തിനുള്ളിൽ ഇപ്പൊ കുട്ടികൾ പോയിട്ട് രണ്ടാമത്തെ ദിവസം സുപ്രീം കോടതി കേസ് പരിഗണിച്ചല്ലോ. കുട്ടികൾ പോയിട്ട് തികച്ചും രണ്ടാമത്തെ ദിവസം, ആ തിങ്കളാഴ്ച തന്നെ ഇത് മെൻഷൻ ചെയ്തു, ചൊവ്വാഴ്ചയായി, ബുധനാഴ്ച ആകുമ്പോഴേക്ക് വിധി വന്നു. അത് ഒരു പ്രൈവറ്റ് അപ്പീലായിട്ട് പോലും യഥാർത്ഥ സർക്കാർ ഇതിനകത്ത് കൃത്യമായി ഇടപെട്ടിരുന്നെങ്കിൽ കുറെ കൂടി ശക്തമായി ഈ വാദഗതികൾ അവതരിപ്പിക്കാമായിരുന്നു. ഇതിന്റെ സാഹചര്യം എന്താണ്? യഥാർത്ഥത്തിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ആർട്ടിക്കിൾ 14 പ്രകാരം നമ്മൾ ഈ പറയുന്ന തുല്യത എന്ന് പറയുന്ന ഒരു അവകാശം ലംഘിക്കപ്പെട്ടതായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞ നിമിഷം, ആ തിരിച്ചറിഞ്ഞ നിമിഷം നമ്മൾ അത് തിരുത്തണം എന്നുള്ളതാണ്. അതിന് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അതിന് എന്തെങ്കിലും ഉത്തരവ് കൊണ്ട് തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരെയാണ് ശിക്ഷിക്കേണ്ടത്, ആ നടപടി തിരുത്തുന്നതല്ല. ഭരണഘടന മൗലികമായിട്ട് നൽകുന്ന ഈ തുല്യത എന്ന് പറയുന്ന അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ അതിന് പ്രോസ്പെക്ടസ് ഇറക്കിയിട്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അതിനെതിരായിട്ട് നിന്നിട്ടെങ്കിൽ അയാളെ സർക്കാർ ശിക്ഷിക്കുകയാണ് വേണ്ടത്, അയാൾക്കെതിരെ ശിക്ഷാ നടപടി എടുക്കുകയാണ് വേണ്ടത്. മറിച്ച് ഈ കുട്ടികളുടെ തുല്യത എന്ന് പറയുന്ന അവകാശത്തെ നിഷേധിക്കാൻ കഴിയില്ല. സർക്കാരിന് വാദിക്കാമായിരുന്നു, ഇത് പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയായാലും ശരി, ഇത് ഈ റിപ്പോർട്ടുകൾ വെച്ച് താമസിപ്പിച്ചതായാലും ശരി, അതിനൊക്കെ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണോ അതിന് ഉത്തരവാദികൾ അവർക്കെതിരെ നടപടി എടുക്കും. ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് തുടർന്ന അതിഗംഭീരമായിട്ടുള്ള ഈ നീതി നിഷേധം, അതിദാരുണമായിട്ടുള്ള നീതി നിഷേധം തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ സർക്കാരിന് അത് തിരുത്താമായിരുന്നു. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ കോസിന്റെ മെറിറ്റ് കോടതികൾ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല. വെറും സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ രണ്ടിടത്തും, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞാണ്. അതായത് പ്രോസ്പെക്ടസിൽ അവസാന നിമിഷം വരുത്തിയ മാറ്റം നിയമവിരുദ്ധമാണ് എന്നുള്ള ഒരു കണ്ടെത്തലിനെ തുടർന്നാണ് കേരള സിലബസ് വിദ്യാർത്ഥികൾ കൊടുത്ത ഹർജി തള്ളിക്കളഞ്ഞത്. അതിൻ്റെ മെറിറ്റ് അവിടെ നിൽക്കുകയാണ്. അതായത് ഈ ആവശ്യം നിയമപ്രകാരമാണ്. ഈ മാർക്ക് സമീകരണം എന്ന പ്രക്രിയ കേരള സിലബസ് വിദ്യാർത്ഥികളോട് ചെയ്യുന്ന അനീതിയാണെന്നുള്ള ഒരു കോസ്, അത് അതിന്റെ മെറിറ്റ് അവിടെ നിലനിൽക്കുകയാണ് എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്? യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടുന്നത് ഈ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയുടെ ആഴം നമ്മൾ പരിശോധിക്കേണ്ടത് എപ്പോഴാണ് ഇത് പൊതുശ്രദ്ധയിൽ വന്നത് എന്നുള്ളതാണ്. പൊതുശ്രദ്ധയിൽ വന്നത് 2024 റിസൾട്ട് വന്നതിന്റെ അടുത്ത ദിവസമാണ് ഞാൻ ട്രൂ കോപ്പി തിങ്കിൽ എഴുതുന്നത്. 2024 ജൂലൈ 11-ാം തീയതിയോ 12-ാം തീയതിയാണ് റിസൾട്ട് വരുന്നത്. 13-ാം തീയതി രാവിലെ ട്രൂ കോപ്പി തിങ്കിൽ അത് അച്ചടിച്ച് വരികയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് എഞ്ചിനീയറിംഗിന്റെ ആദ്യ റാങ്കുകളിൽ നിന്ന് പിന്നിലോട്ട് പോകുന്നു? സമീകരണമാണ് ഇതിനകത്തെ വില്ലൻ, മാർക്ക് സമീകരണമാണ് ഇതിനകത്തെ കാരണമെന്ന് പറഞ്ഞുകൊണ്ട് ട്രൂ കോപ്പി തിങ്കിൽ എഴുതുന്നു. 2024 എഴുതുക മാത്രമല്ല ചെയ്യുന്നത്, അതിൽ കൃത്യമായിട്ട് ഫിസിക്സിന് എങ്ങനെ മാർക്ക് കുറയുന്നത്, കെമിസ്ട്രിക്ക് എങ്ങനെയാണ് മാർക്ക് കുറയുന്നത്, ഇതെങ്ങനെയാണ് ഈ സമീകരണം നമ്മൾ കുട്ടികളെ ബാധിക്കുന്നത് എന്നുള്ളത് ഞാൻ അതിനകത്ത് എഴുതുന്നുണ്ട്. ഇത് എനിക്ക് കുറച്ച് നേരത്തെ കിട്ടുന്ന ഒരു വിവരമാണ്. അതായത് ഇങ്ങനെ ഒരു കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയില്ലായിരുന്നല്ലോ. ഈ 11 വർഷക്കാലം അല്ലെ 12 വർഷക്കാലം, 2011 മുതൽ റിപ്പോർട്ട് കിട്ടുന്നു, 12 മുതൽ നടപ്പിലാക്കുന്നു, കഴിഞ്ഞ 13 വർഷമായിട്ട് നടപ്പിലാക്കുന്ന ഈ പറയുന്ന ഈ തോന്നിയവാസത്തെ കുറിച്ച് ആർക്കും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സംഘടനകൾക്കറിയില്ല, വിദ്യാർത്ഥി സംഘടനകൾക്കറിയില്ല, ഉദ്യോഗസ്ഥർക്കറിയില്ല, ആർക്കും അറിയില്ല. പ്രോസ്പെക്ടസിൽ ഒരു സമീകരണം നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പ്രോസ്പെക്ടസിൽ അന്ന് മുതലേ ഇങ്ങനെ ഒരു സമീകരണം നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഗംഭീരമായ ഒരു ഇക്വേഷൻ ആണ്. അതെന്ന് പറഞ്ഞാൽ 2011 മുതൽ ഇതുവരെയുള്ള ഗ്ലോബൽ ആയിട്ടുള്ള ഇതിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണുക. മൊത്തം കുട്ടികളുടെ, CBSE കുട്ടികളുടെ, സ്റ്റേറ്റ് സിലബസ് കുട്ടികളുടെ, പിന്നെ ഓരോ വർഷവും ഇതിന്റെ ദേശീയ ശരാശരിയൊക്കെ എടുത്തിട്ട് അതിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണുക. ഇതിന് ഒരു ഇക്വേഷനും ഉണ്ടാക്കുക. ഈ ഇക്വേഷൻ വായിച്ചാൽ ആർക്കാണ് കേരളത്തിൽ, ഏത് രക്ഷിതാവിനാണ്, ഏത് വിദ്യാർത്ഥികൾക്കാണ്, ഏത് അധ്യാപകർക്കാണ് മനസ്സിലാവുക? ഒരാൾക്ക് മനസ്സിലാവുന്നില്ല. ഈ പ്രോസ്പെക്ടസിനകത്ത് ഇതെല്ലാം അച്ചടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു വളരെ വളരെ എന്താ പറയാ, നമ്മളെല്ലാം ഒരു സ്വബോധത്തെ, നമ്മുടെ യുക്തിയെ, നമ്മുടെ ഇതിനെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിയാണ്. പ്രോസ്പെക്ടസിൽ അച്ചടിച്ചു വെച്ചിട്ടുണ്ടാകാം, പക്ഷേ ഇതിനകത്ത് ഇതിന്റെ ഫലമായിട്ട് എന്ത് നടക്കുന്നു? കേരളത്തിലെ കുട്ടികളുടെ മാർക്ക് എങ്ങനെ കുറയുന്നു? CBSEക്കാരുടെ മാർക്ക് എങ്ങനെ കൂടുന്നു? അത് എത്ര കൂടുന്നു, എത്ര കുറയുന്നു? ഓരോ വർഷവും എന്താണ്? ആർക്കും അറിയില്ലായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ഈ പൊതുവിദ്യാലയത്തില്
CBSE വിട്ടിട്ട് എത്രയോ കുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. 10ാം ക്ലാസ് കഴിഞ്ഞ് 10,000-കണക്കിന് കുട്ടികൾ, എനിക്ക് തോന്നുന്നു ചില വർഷങ്ങളിൽ 37,000 കുട്ടികൾ വരെ ഒരു വർഷം CBSE കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരൊന്നും വരേണ്ട കാര്യമില്ലല്ലോ. ഇത് ഇങ്ങനെ ഒരു വിവേചനം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ സ്ട്രീമിൽ ഏതെങ്കിലും സ്ട്രീമിൽ തുടർന്നാൽ മതിയായിരുന്നല്ലോ. ഇത് അറിയില്ലായിരുന്നു. ഇതാണ് ഈ പറയുന്ന 2024 നമ്മൾ ട്രൂ കോപ്പിയിൽ എഴുതുന്നത്. 2024 പിന്നെ ഈ റിസൾട്ട് വന്ന ദിവസം മുതൽ ഇത് എഴുതുക മാത്രമല്ല ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു ഐക്യ മലയാള പ്രസ്ഥാനം, മലയാള ഐക്യവേദി തുടങ്ങിയിട്ടുള്ള ചില സംഘങ്ങളുണ്ട്. ഞങ്ങൾക്ക് മലയാളത്തിന് വേണ്ടി പോരാടുന്ന ചില സംഘങ്ങൾ. ആ സംഘങ്ങളിൽ ഇത് അവതരിപ്പിക്കുകയും ഇത് തീർച്ചയായിട്ടും പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ന് തിരിച്ചറിയുകയും അങ്ങനെ ഞങ്ങൾ ഇതിന്റെ ഒരു സമരത്തിലേക്ക് കേരളത്തിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, അതുപോലെ തന്നെ KST അടക്കമുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഇതിനകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് എന്ന നിലയിൽ. അങ്ങനെ തിരുവനന്തപുരത്ത് ഈ എൻട്രൻസ് കമ്മീഷണറേറ്റിന്റെ മുന്നിൽ ഞങ്ങൾ ഒരു ദിവസം 2024 ആഗസ്റ്റ് 27-ാം തീയതി അല്ലച്ചൊക്കെ ഏകദേശം ഒരു വർഷം മുമ്പേ എൻട്രൻസ് കമ്മീഷണറേറ്റിന്റെ മുമ്പിൽ അതിശക്തമായിട്ടുള്ള സമരം ഞങ്ങൾ നടത്തുന്നുണ്ട്. ആ സമരത്തിൽ ആ വർഷം സമീകരണത്തിന്റെ ഭാഗമായിട്ട് പിന്നിലോട്ട് പോയ കുഞ്ഞുങ്ങൾ, അങ്ങനെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ലക്ഷങ്ങൾ ഫീസ് കൊടുക്കേണ്ടി വന്ന രക്ഷിതാക്കൾ, ഇവരൊക്കെ ആ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് 27 സ്കോറാണ് കഴിഞ്ഞ വർഷം ഈ കുട്ടികൾക്ക് കുറഞ്ഞത് 8 സ്കോർ CBSE സിലബസുകാർക്ക് കൂടുതൽ കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ മന്ത്രി തന്നെ ഇപ്പോൾ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് 35 മാർക്കിന്റെ അനീതിയാണ് കഴിഞ്ഞ വർഷം നടന്നത് എന്നല്ല മന്ത്രി തന്നെ പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ കണക്കുകളെല്ലാം പുറത്തുവിട്ടത് ഞങ്ങളാണ് സമരത്തിൽ പുറത്തുവിട്ടത്. 1ാം റാങ്കിൽ വരേണ്ടുന്ന കുട്ടി, അതായത് 10% മാർക്കുള്ള ഈ റിസൾട്ട് എൻട്രൻസ് പരീക്ഷയിലാകട്ടെ അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷയിലാകട്ടെ മുഴുവൻ മാർക്കുമുള്ള, അതിനപ്പുറത്തൊരു മാർക്ക് നേടാൻ കഴിയാത്ത രീതിയിലുള്ള മാർക്ക് നേടിയിട്ടുള്ള 1ാം റാങ്കിൽ വരേണ്ടുന്ന കുട്ടി വന്നിരിക്കുന്നത് 84-ാമത്തെ റാങ്കിലാണ്. ആലോചിച്ച് നോക്കൂ, 35 മാർക്കിന്റെ വ്യത്യാസത്തിൽ. ഈ കാര്യങ്ങളെല്ലാം അവിടെ ചൂണ്ടിക്കാണിക്കുകയും ഞങ്ങൾ അവിടെ സമരം നടത്തുകയും ചെയ്തു. അന്ന് എൻട്രൻസ് കമ്മീഷണറുടെ ചുമതലയും കൂടി ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് ജോയിന്റ് കമ്മീഷണറെ ഞങ്ങൾ പോയി കാണുന്നുണ്ട്. അവരൊന്നും ഈ പറയുന്ന ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതെല്ലാം ഭയങ്കരമായി അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കുന്ന സമീകരണമാണ്, ഇതെന്തോ ഒരു പിഴവും സംഭവിക്കുകയില്ല, നിങ്ങളുടെ മാതൃഭാഷ മലയാളം എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവാഞ്ഞിട്ടാണ് എന്നുള്ള ധാർഷ്ട്യത്തിന്റെ ഭാഷയിലായിരുന്നു സംസാരിച്ചിരുന്നത്. അന്ന് ഞാൻ യഥാർത്ഥത്തിൽ വളരെ ഒരു സമരത്തിന്റെ ആവേശത്തിലാണ് അവിടെ സംസാരിച്ചിരുന്നത്. ഞാൻ ഈ എൻട്രൻസിന്റെ ജോയിന്റ് കമ്മീഷണറോട് ഞാൻ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുവിദ്യാലയത്തിലെ കുഞ്ഞുങ്ങൾ ഈ കാര്യത്തിന്റെ ആഴം യഥാർത്ഥത്തിൽ ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങളുടെ ഇരിക്കുന്ന ഈ കസേരയോടുകൂടി അവർ ഇത് എടുത്തിട്ട് അറബിക്കടലിൽ ഒഴുക്കുമായിരുന്നു എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്. ഇതിനകത്തൊരു വലിയ സാമ്പത്തിക കാര്യം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാൻ എഴുതിയിട്ടില്ല. ഇതാണ് സാമ്പത്തികം അതിനകത്തെ. അതായത് നിങ്ങൾ ഒരു അൺഎയ്ഡഡ് CBSE സ്കൂളിൽ നിങ്ങളൊരു കുട്ടിയെ ചേർത്ത് 12 കൊല്ലം പഠിച്ചാലും പരമാവധി കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ ചെലവ് വരാൻ സാധ്യതയുള്ള ഒരു 12 ലക്ഷം രൂപയാണ്. അത് ഓരോ ലക്ഷം രൂപ ഓരോ വർഷം കൊടുത്താലും മതിയാകും. എന്നാൽ നിങ്ങൾക്ക് ഒരു പൊതുവിദ്യാലയത്തിൽ സൗജന്യമായിട്ട് പഠിക്കാം. ഈ 12ാം തരം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ CBSE പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ, നിങ്ങൾ നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് CET-യിലോ കൊല്ലത്ത് TKM-ലോ അല്ലെങ്കിൽ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് കോളേജുകളിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. ഒരു പൈസയും പിന്നീട് ചെലവില്ല. എന്നാൽ ഈ നിലവാരത്തിന് തത്തുല്യമായ നിലവാരമുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കേരളത്തിലോ പുറത്തോ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് 15 ലക്ഷമെങ്കിലും ഏറ്റവും ചുരുങ്ങി നിങ്ങൾക്ക് ചെലവാകും. ഏതാണ് സാമ്പത്തികമായിട്ട് പോലും ലാഭം? CBSE പഠിക്കുന്നതാണ് എന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ വന്നെത്തി നിൽക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. ഇത് നിങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം, തിരുത്തണം. നിവേദനങ്ങൾ കൊടുക്കുന്നു, ഞങ്ങളുടെ ലഘുലേഖകൾ കൊടുക്കുന്നു, ഇതെല്ലാം ഞങ്ങൾ കൊടുക്കുന്നു. ഒരു ചലനവും ഉണ്ടാകുന്നില്ല യഥാർത്ഥത്തിൽ. പിന്നീട് ഞങ്ങൾ എറണാകുളത്ത് സമരം ചെയ്യുന്നു, കോഴിക്കോട് DD ഓഫീസിന് മുമ്പിൽ സമരം ചെയ്യുന്നു, നിരന്തരമായി എഴുതുന്നു. ഇതിന് ചില പണ്ഡിതന്മാർ ഇതിനെ വൈകാരികമായിട്ട് കാണരുത് എന്നൊക്കെ നമ്മൾ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വളരെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് കാണണം. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് മനുഷ്യത്വ മുഖമുള്ളതല്ലെങ്കിൽ പിന്നെ അത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്? മാർക്ക് സമീകരണവുമായിട്ട് ബന്ധപ്പെട്ട് മാഷ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചുവല്ലോ.
ഈ വസ്തുതകൾ വെച്ചുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി 4 ആഴ്ച കഴിയുമ്പോൾ വിശദമായിട്ടുള്ള വാദത്തിലേക്ക് കടക്കുകയാണ്. അതായത് വിവിധ പരീക്ഷാ ബോർഡുകൾ നടത്തുന്ന പരീക്ഷകളുടെ മാർക്കുകൾ ഇങ്ങനെ സമീകരിക്കുന്നതിലുള്ള മാനദണ്ഡം മാറ്റുന്നത് നിയമപ്രകാരമാണോ എന്ന കാര്യമാണ് കോടതി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വസ്തുതകൾ വെച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് മുമ്പാകെ ഇനി 4 ആഴ്ച കഴിഞ്ഞ് വിശദവാദത്തിന് പോകുമ്പോൾ ഈ വസ്തുതകൾ വെച്ചുകൊണ്ട് ഈ ഒരു മാർക്ക് സമീകരണം എന്ന പ്രക്രിയ ഒരു കൂട്ടം വിദ്യാർത്ഥികളോട്, ഒരു വിഭാഗം വിദ്യാർത്ഥികളോടുള്ള അനീതിയാണെന്ന് തെളിയിക്കാൻ തക്ക ഡാറ്റ, വസ്തുതകൾ നമ്മുടെ കയ്യിൽ ഉണ്ടോ? അത് ഒരു അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം സുപ്രീം കോടതിയിൽ നിന്ന് ആ വാദത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന് മാഷ്ക്ക് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറയുന്നത് വിദ്യാർത്ഥികൾ ചിലപ്പോൾ അവരുടെ വാദം അവർക്ക് ഇനി രക്ഷയില്ല എന്നുള്ള നിലയിൽ ചിലപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ടാവും. കാരണം വലിയ വക്കീൽ പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള വക്കീൽ ആണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വാദിച്ചിട്ടുള്ളത്. മാത്രമല്ല അതൊക്കെ നമുക്കറിയാം, സുപ്രീം കോടതിയിൽ ഒരു കേസ് അവർക്ക് ആ നിലയിൽ നടത്തിക്കൊണ്ടുപോകാൻ എത്ര ലക്ഷം രൂപയുടെ ചെലവ് അത് ഈ പറയുന്ന ചിതറിക്കിടക്കുന്ന വിദ്യാർത്ഥികൾക്ക് കഴിയുമോ എന്ന് വലിയ ആശങ്കയുണ്ടായിരുന്നു. എങ്ങനെയായാലും അവരത് ചെയ്തു, അത്രയെങ്കിലും അവർ ചെയ്തു. യഥാർത്ഥത്തിൽ കുട്ടികൾ സുപ്രീം കോടതി പോയിക്കോട്ടെ എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ആരാണ് ചിതറിക്കിടക്കുന്ന പൊതുവിദ്യാലയത്തിൽ പഠിച്ച് വളരെ പുറകോട്ട് പോയി ഈ കുട്ടികളെ ഏകോപിപ്പിക്കുന്ന, പക്ഷെ ചില സുഹൃത്തുക്കൾ അതിന് സഹായിച്ചു. നമ്മുടെ അതിനകത്ത് ഞങ്ങളാലാവുന്ന രീതിയിൽ ഞങ്ങളും സഹായിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ഡോക്യുമെന്റുകൾ എത്തിക്കാനും മറ്റുമായിട്ട്. തീർച്ചയായിട്ടും ഇനി സർക്കാരാണ് വാദിക്കേണ്ടത്. കാരണം സർക്കാർ ഇപ്പൊ നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായാലും അതുപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റാളുകളെല്ലാം ആയാലും ഇതിനകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ പ്രതിനിധികളായാലും ഇതിനകത്തൊരു കടുത്ത വിവേചനമുണ്ട് എന്ന് പകൽ വെളിച്ചം പോലെ അവരെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് വാദിക്കേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്? സർക്കാരിൻ്റെതാണ് ഉത്തരവാദിത്വം. ഇതിനകത്ത് അവരുടെ കയ്യിലാണ് ഡാറ്റ ഉള്ളത്. ഈ കുറി കേരളത്തിലെ പൊതുസമൂഹം ഈ 2 റാങ്ക് ലിസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ട് വന്നതുകൊണ്ട് കൃത്യമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിനും അധ്യാപകർക്കും എല്ലാവർക്കും വ്യക്തമായി ഇത് യഥാർത്ഥത്തിൽ ഈ കീം പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ മാത്രം പ്രശ്നമല്ല, ഇത് പൊതുവിദ്യാഭ്യാസത്തിന്റെ അന്തസ്സിന്റെ കൂടി പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അന്തസ്സോടുകൂടി തല ഉയർത്തി നിൽക്കണമെങ്കിൽ അവർക്ക് തീർച്ചയായും അവിടുത്തെ അധ്യാപകർക്ക് തല ഉയർത്തി നിൽക്കണമെങ്കിൽ അവർക്ക് പറയാൻ കഴിയണം, ഞങ്ങൾ ഈ കൊടുക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ മൂല്യമുള്ളതാണ്. അതിന് മൂല്യമില്ല എന്നല്ലേ പറയുന്നത്. അതുകൊണ്ടാണല്ലോ അതിന്റെ വെയിറ്റ് കുറക്കുന്നത്, മറ്റേതുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട്. ഇത് മൂല്യമുള്ളതാണ്. ഞങ്ങൾ ഫസ്റ്റ് വാല്യുവേഷൻ, സെക്കൻഡ് വാല്യുവേഷൻ, തേർഡ് വാല്യുവേഷൻ നടത്തി ഞങ്ങൾ കൊടുക്കുന്ന സ്കോറുകൾ മൂല്യമുള്ളതാണ് എന്ന് പറയാൻ ഇവിടുത്തെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കഴിയണമെങ്കിൽ സർക്കാർ ഈ ചെയ്തതിന്റെ തുടർച്ച കൃത്യമായി ചെയ്യുകയും മുഴുവൻ ഡാറ്റകളും വെച്ചിട്ട് അവർ കൃത്യമായിട്ട് കോടതിയെ ബോധിപ്പിക്കുകയും ഇത്രയും കാലം അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ ഒരു അത്യാഹിതം, ഒരു വലിയ തരത്തിലുള്ള ഒരു അനീതി, ഒരു തുല്യനീതിയുടെ ലംഘനം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതും അതുകൊണ്ട് ഇനി ഇത് തിരുത്തണം, അറിഞ്ഞ നിമിഷം മുതൽ ഇനി ഇത് തിരുത്താനാണ് ഞങ്ങളുടെ ശ്രമം എന്നുള്ള കാര്യം ബോധിപ്പിക്കുകയും അതിനാവശ്യമായിട്ടുള്ള യുക്തികൾ നിരത്തുകയും അത് ബോധിപ്പിക്കുകയും അത് ബോധിപ്പിച്ച് അതിനാവശ്യമായിട്ടുള്ള നിയമപരമായ എല്ലാ പരിരക്ഷയോടുകൂടി, നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇത് പറയുകയുണ്ടായി, എനിക്ക് തോന്നുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഒരു കോടതിക്കും തൊടാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങളത് ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാർക്ക് സമീകരണത്തിലെ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. അതിലെ കണ്ടെത്തലുകൾ ഒരു പൊതുവായനയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടില്ല. മീഡിയയിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു കഴിഞ്ഞ 10 വർഷത്തെ റിസൾട്ട് ശാസ്ത്രീയമായി പഠിച്ചിട്ട് വേണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം മാർക്ക് സമീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഭാവിയിൽ ചെയ്യാനെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അതിലുണ്ടെന്ന് കേൾക്കുന്നു. മാഷ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മാഷ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? വിദഗ്ധ സമിതി തീർച്ചയായിട്ടും പറഞ്ഞ അവർ 5 വർഷത്തെ ഡാറ്റ അവർ പലതരത്തിലുള്ള ഇതിനകത്ത് രീതിശാസ്ത്രങ്ങൾ ഉപയോഗിച്ച് ഇത് നോക്കി, പലതരത്തിലുള്ള മെത്തഡോളജി വെച്ചിട്ട് സമീകരണം നോക്കി. പലതും തികച്ചും അങ്ങനെ സ്വീകാര്യമല്ല എന്നുള്ളത്, ചില കാര്യങ്ങളൊക്കെ അവർ സ്വീകാര്യമല്ല, ഇത് സ്വീകാര്യമല്ല, ഇത് ഇന്നതുകൊണ്ട് സ്വീകാര്യമല്ല. ഈ അവസാനം ഈ 60-40 എന്ന നിലയിലുള്ള ചില ഫോർമുല മാറ്റം, 50-50 പകരം അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. മാത്രമല്ല 5 വർഷത്തെ മറ്റോ ഡാറ്റ എടുത്തിട്ടാണ് അവർ പഠിച്ചെടുക്കുന്നത്. അത് പോരായിരുന്നു, കൂടുതൽ കാലത്തെ ഡാറ്റകൾ എടുത്ത് വിശകലനം ചെയ്ത് പഠിക്കണം എന്നൊക്കെയുള്ള വിദഗ്ധ സമിതി നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശമൊന്നും അങ്ങനെ അന്തിമമായിട്ട് കാണേണ്ടതില്ല. ആ വിദഗ്ധ സമിതി തന്നെ നമ്മൾ പെട്ടെന്ന് 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാണ് വിദഗ്ധ സമിതി ഉണ്ടാക്കിയത്. അത് കേരളത്തിന്റെ സവിശേഷ സാഹചര്യം അറിയുന്ന എത്ര പേരാണ് അതിനകത്ത് ഉള്ളത് എന്ന് ചോദിച്ചാൽ
ആ വിദഗ്ധ സമിതിയുടെ നിയമനം തന്നെ എൻട്രൻസ് കമ്മീഷനായിട്ട് അങ്ങേയറ്റം സാങ്കേതികമാക്കിയിരുന്നു. അത് ശ്രദ്ധിക്കണം നമ്മളത്. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ഇത് പുനഃപരിശോധിക്കാൻ വിദഗ്ധ സമിതി വെച്ചപ്പോൾ അതിനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സൽ കമ്മിറ്റിയാക്കി മാറ്റിയിരുന്നു എൻട്രൻസ് കമ്മീഷണറേറ്റ്. ഈ കമ്മീഷണറേറ്റിന് ഇതിനകത്ത് എത്ര താല്പര്യമുണ്ട്? ഈ കമ്മീഷണറേറ്റിന് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അവർ ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയോടുകൂടി കേരള സമൂഹത്തോട് മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് എത്ര മുമ്പേ നമുക്ക് തിരുത്താമായിരുന്നു. അവരിതിനെ ഡിഫെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അവർ അവരുടെ വാദത്തെ, കാരണം ഇവരുടെ എല്ലാ മക്കൾ എവിടെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് കാതലായിട്ടുള്ള പ്രശ്നം. ഈ എൻട്രൻസ് കമ്മീഷനായിട്ടിലായാലും ഉന്നത വിദ്യാഭ്യാസത്തിലായാലും അവരെ നിയന്ത്രിക്കുന്ന ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? അവർ പഠിക്കുന്നത് CBSE-യിലോ ICSE-യിലോ ആയിരിക്കും. അവർക്ക് പൊതുവിദ്യാഭ്യാസത്തോട് താല്പര്യം. അവർ സാങ്കേതികമായ ചില കാര്യങ്ങൾ എപ്പോഴും പറയുകയുള്ളൂ. അതിന്റെ രാഷ്ട്രീയം അവർ പറയുകയില്ല. പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം മാർക്കും റാങ്കും പിന്നെ അതൊന്നും അല്ല. അതിനകത്തുള്ള ഒരു പൊതു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണത്. ഇനിയിപ്പോൾ 4 ആഴ്ച കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ നമ്മൾ വിശദവാദത്തിന് പോകുമ്പോൾ ഇതുവരെ കോടതിയിൽ സമർപ്പിച്ച ഡാറ്റകൾക്കും വസ്തുതകൾക്കും പകരമായിട്ട് കുറെ കൂടി യുക്തിഭദ്രവും ശാസ്ത്രീയവുമായിട്ടുള്ള ഒരു സമീപനവും ആർഗ്യുമെൻറ്റുമാണല്ലോ സ്വീകരിക്കേണ്ടി വരിക. അതായത് കോടതി കുറെ കൂടി സീരിയസ് ആയിട്ടും തത്വാധിഷ്ഠിതമായിട്ടും ഈ പ്രശ്നത്തെ സമീപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ പ്രത്യേകിച്ചു. അപ്പോൾ നിലവിലുള്ള വിദഗ്ധ സമിതിയെ കൂടാതെ മറ്റെന്തെങ്കിലും പഠനം, അതായത് പുതിയൊരു സമിതിയെ നിയോഗിക്കുകയോ പുതിയ പഠനം നടത്തുകയോ കേരളത്തിന് ചെയ്യേണ്ടി വരുമോ? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കേരളത്തിന്റെ സവിശേഷ സാഹചര്യം കൂടി മനസ്സിലാക്കുന്ന വെറും സ്റ്റാറ്റിസ്റ്റിക്സ് വിദഗ്ധരല്ല അതിൽ വേണ്ടത്. അതിൽ കേരളത്തിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരാണ് അതിൽ ഉണ്ടാവേണ്ടത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ വിദഗ്ധരാണ് അതിനകത്ത് ഉണ്ടാവേണ്ടത്. ഇതെങ്ങനെയാണ് ഇത് മാറ്റിയത്? RVG മേനോനെ പോലെയും ഡോക്ടർ CR സോമനെ പോലെയും ജനകീയ പക്ഷത്ത് നിൽക്കുന്ന ശാസ്ത്ര അതുപോലെ ആരോഗ്യ രംഗത്തെ മനുഷ്യർ നിന്നിട്ടാണ് 50 പേരിലേക്ക് ഇത് മാറ്റിയത്. അതുപോലെയുള്ള മനുഷ്യരെ ചേർത്തുകൊണ്ട് പുതിയ സമിതി ഉണ്ടാക്കണം. അവർ തന്നെ ആവണമെന്നില്ല, പുതിയ സമിതി ഉണ്ടാക്കണം. പുതിയ സമിതി ഉണ്ടാക്കിയിട്ട് ഇത് വീണ്ടും പഠിക്കണം, ഡാറ്റകൾ പഠിക്കണം. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സംഭവിച്ച നഷ്ടം പഠിക്കണം. നമ്മൾ ഒരു ഐഡിയൽ ആയിട്ടാണ് ആദ്യം എല്ലാ പിന്നെ സിലബസുകാരെയും ഉൾക്കൊള്ളിക്കാനുള്ള ഒരു ആശയം ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് 1-2 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ആർക്ക് അനുകൂലമാണ് ആർക്ക് പ്രതികൂലമാണെന്ന്. ഇപ്പൊ കഴിഞ്ഞ 2015 മുതലെങ്കിലുമുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിലൊക്കെ 5 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് 8 മാർക്ക് എന്നൊക്കെയുള്ള മാർക്കുകൾ പല കൊല്ലങ്ങളിൽ നഷ്ടപ്പെട്ടത്. ചിലർ പറഞ്ഞ് 2021-20 ശേഷമാണ് ഇത് നഷ്ടപ്പെട്ടത് എന്നൊക്കെയാണ്. തെറ്റാണത്. അതിനു മുമ്പേ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥി നഷ്ടപ്പെടുകയും CBSE-ക്ക് കൂടി കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇക്കുറി തന്നെ 20 സ്കോറാണ് CBSE. എന്താണ് അടിസ്ഥാനത്തിലാണതെന്നാണ് മനസ്സിലാവുന്നത്. മാത്രമല്ല ഇതിനെ മറികടക്കാനായിട്ട് പലതരത്തിലുള്ള ഉദ്യോഗസ്ഥ ശ്രമങ്ങൾ ഉണ്ടാവും. അതും കരുതിയിരിക്കണം. ഇപ്പൊ നമുക്ക് നോക്കാം, ഈ കുറച്ച് ഫിസിക്സ് പരീക്ഷ വളരെ ടഫ് ആക്കുക, എന്നിട്ട് കുട്ടികൾക്ക് മാർക്ക് കിട്ടുന്നത് കുറയുക. കെമിസ്ട്രി പരീക്ഷ വളരെ ടഫ് ആക്കുക, മാർക്ക് കിട്ടുന്നത് കുറയുക. ഇതും ഈ പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥർ, ഞാൻ നേരത്തെ പറഞ്ഞ മക്കളെ CBSE ICSE-യിൽ പഠിക്കുന്ന പൊതുവിദ്യാലയത്തെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥർ ഇക്കുറിയും ഇത് ചെയ്യും. അതിനെ കരുതിയിരിക്കേണ്ടത് ഇവിടുത്തെ അധ്യാപകരാണ്. ഇവിടെ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്ന അധ്യാപകരാണ്. നമ്മുടെ കുട്ടികളോട് എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്? നമുക്കൊന്നിനെയും മാതൃകയാക്കേണ്ടതില്ല. ഏറ്റവും ബുദ്ധിമാന്മാർക്ക് ഉത്തരം എഴുതാൻ കഴിയുന്ന ചോദ്യങ്ങളല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്. എല്ലാ കുട്ടികൾക്കും എത്തിപ്പിടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ആ നിലയിലാണ് ഈ എല്ലാ പരീക്ഷാ സന്ദർഭങ്ങളും ഒരു പഠന സന്ദർഭങ്ങളും കൂടിയാണെന്ന് പറയുന്ന അക്കാദമിക താല്പര്യത്തോടു കൂടി വേണം ഇത് ഉണ്ടാക്കാൻ. അല്ലാതെ കുട്ടികളുടെ മാർക്ക് കുറക്കാൻ വേണ്ടി എന്ത് ചോദ്യം ഉണ്ടാക്കാം എന്ന പരീക്ഷണത്തിലല്ല അവർ ഏർപ്പെടേണ്ടുന്നത്. ഇപ്പൊ സുപ്രീം കോടതി വിധിക്ക് ശേഷം പുതിയൊരു തരം ആർഗ്യുമെന്റ് ഉയർന്നു വരുന്നുണ്ട്. അതായത് അൺഎയ്ഡഡ് CBSE ലോബിയുടെ പക്ഷത്തു നിന്നാണ് ആർഗ്യുമെന്റ്. അതായത് +2-ന്റെ മാർക്ക് കൂടി പരിഗണിച്ചുള്ള റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിന് പകരം എൻട്രൻസിന് മാർക്ക് മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് തിരിച്ചു പോകണം എന്നാണ് അവരുടെ ആർഗ്യുമെന്റ്. അത് എത്രമാത്രം അപകടം ചെയ്യും എന്നാണ് മാഷ്ക്ക് തോന്നുന്നത്? അതായത് കേരള സർക്കാർ തന്നെ വ്യക്തമായിട്ട് ഒരു സമിതിയെ നിശ്ചയിക്കുകയും വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയും ഒരു പുതിയ തീരുമാനത്തിലേക്കും പുതിയ സ്റ്റെപ്പിലേക്കും കടക്കാൻ പോവുകയും ചെയ്യുന്ന, ഒരു പുതിയ ചർച്ചയിലേക്ക് കടക്കാൻ പോവുകയും ചെയ്യുന്ന ഈ സമയത്ത് അതിനെയൊക്കെ പുറകോട്ട് അടുപ്പിക്കുകയും അതിനൊക്കെ അട്ടിമറിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ ആർഗ്യുമെൻ്റാണിത്. അതായത് ഒരു എൻട്രൻസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എഞ്ചിനീയറിംഗ് പ്രവേശനം വേണമെന്നുള്ള ഒരു ആർഗ്യുമെന്റ്, അത് എത്രമാത്രം അപകടം ചെയ്യുമെന്നാണ് മാഷ് കരുതുന്നത്? അത് പൂർണ്ണമായിട്ടും നമ്മുടെ ഈ പറയുന്ന ഈ പ്രൊഫഷണൽ കോഴ്സുകളെ, പ്രത്യേകിച്ചും മെഡിക്കൽ അതുപോലെ എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളെ, ഇപ്പം മെഡിക്കൽ ഇപ്പം പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞു. എഞ്ചിനീയറിംഗിന്റെ
കോഴ്സുകളെ കൂടി ഈ എൻട്രൻസ് ലോബിയുടെ എന്താ പറയാ അവരുടെ കക്ഷത്തിലേക്ക് ഒതുക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറും. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആർക്കും തന്നെ അത് അപ്രാപ്യമായിട്ടുള്ള ഒന്നായിട്ട് മാറും. അത് അങ്ങേറ്റ ആത്മഹത്യാപരമാണ്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന രീതിയിൽ ഇന്ത്യയിലെ 10-14 സംസ്ഥാനങ്ങളിൽ എൻട്രൻസ് എന്ന് പറയുന്ന പരിപാടിയേ ഇല്ല. തമിഴ്നാട് അടക്കമുള്ള 10-14 സംസ്ഥാനങ്ങളിൽ എൻട്രൻസ് ഇല്ല. അവർ ചെയ്യുന്നത് അവരുടെ +2 സ്കോർ നോക്കിയിട്ട് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ യാതൊരു തടസ്സവുമില്ല. തമിഴ്നാട് അങ്ങനെയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് ഇതൊന്നും അല്ല ചെയ്യേണ്ടുന്നത്. നമ്മൾ എൻട്രൻസ് അങ്ങ് വേണ്ട നോക്കുക. ഒരു ഓർഡിനൻസിലൂടെ അല്ലെങ്കിൽ കൃത്യമായ സമിതികൾ ഉണ്ടാക്കിയിട്ട് എൻട്രൻസ് പരീക്ഷ എന്ന് പറയുന്ന സംഗതി പൂർണ്ണമായിട്ടും വേണ്ട നോക്കുക. കുട്ടികളുടെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ അത് ഏത് സ്ട്രീമിലായിക്കോട്ടെ അവരുടെ സ്കോറിനെ ഒന്ന് സ്കെയിൽ ചെയ്തിട്ട് തമിഴ്നാടൊക്കെ എടുക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ അഡ്മിഷൻ കൊടുക്കാം. ഇതാണ് വ്യക്തിപരമായിട്ടൊരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ കൃത്യമായിട്ടുള്ള അഭിപ്രായം. അല്ലാതെ ഇപ്പോഴെങ്കിലും എടുക്കുന്ന ഈ 50-50 എന്ന ശതമാനത്തെ പോലും ഇല്ലാതാക്കുക, അതിൽ തൊടുക, ആ ശതമാനത്തിൽ തൊടുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് 60-40 ആയാലും ശരി, അത് ഇല്ലാതാക്കുന്നതായാലും ശരി, അത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് ഏതെങ്കിലും ഒരു പിടിവള്ളി പിടിച്ച് കയറാൻ രക്ഷയാകും എന്ന് വിചാരിക്കുന്ന ആ കയറിനെ അറുത്തിടലായിരിക്കും. അവർ വീണ്ടും വീണ്ടും അവരെ പടുകുഴിയിലേക്ക് എത്തി നിൽക്കുന്നതിന് തുല്യമായിരിക്കും. ഈ മാർക്ക് സമീകരണവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച നടപടികളിലും ബ്യൂറോക്രസി കൈക്കൊണ്ട നിലപാടുകളിലുമൊക്കെ വളരെ ദുരൂഹമായിട്ടുള്ള അല്ലെങ്കിൽ ആസൂത്രിതമായിട്ടുള്ള അനാസ്ഥ ഉണ്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. ഒരു എൻട്രൻസ് ലോബിയുടെ സാന്നിധ്യം, അതായത് എൻട്രൻസ് ലോബിയുടെ ഒരു അട്ടിമറി ശ്രമം, അതായത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിക്കുന്ന ഒരു പ്രാധാന്യത്തെ ഇല്ലാതാക്കാൻ തക്കശേഷിയുള്ള ഒരു അട്ടിമറി ശ്രമം എൻട്രൻസ് ലോബിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് സംശയിക്കത്തക്കതായിട്ടുള്ള എന്തെങ്കിലും വസ്തുതകൾ ഈ അനാസ്ഥയ്ക്ക് പുറകിൽ പ്രകടമാണ്. മാഷ് എന്താണ് വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇപ്പം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു ഡിസംബറോടുകൂടിയെങ്കിലും ഇടപെടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹം ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ച് ഇതിനകത്ത് നമുക്കൊരു ശരിയായ തീരുമാനമെടുത്തിട്ട് മുന്നോട്ട് പോകാം എന്ന നിലയിൽ, പക്ഷെ അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള തിരക്കുകളും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം അത് നീണ്ടുപോകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എൻട്രൻസ് കമ്മീഷണറേറ്റിന് അറിയാം ഇതിലൊരു ഇടപെടൽ ഉണ്ടാകുന്നു. അവർ തന്നെ ഇത് അതുപോലെ SCERT ഒരു ഒക്ടോബർ മാസത്തിൽ ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. ഈ മേഖലയിൽ ഒരു ശില്പശാല നടക്കുന്നുണ്ട്. അവർ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എൻട്രൻസ് കമ്മീഷണറേറ്റ് തന്നെ ഇതിലെന്ത് തീരുമാനം എന്ന് പറഞ്ഞ് സർക്കാരിന് എഴുതുന്നുണ്ട്. ഇതൊക്കെ അവർക്കറിയാം. ആ എൻട്രൻസ് കമ്മീഷണറേറ്റ് ഈ ഫെബ്രുവരി 19 ഇറങ്ങുന്ന ഈ നമ്മുടെ ഇതില് പ്രോസ്പെക്ടസില് ഈ സമീകരണം 2011 എന്ന് പറയുന്ന ഒരു വകുപ്പ് വെക്കേണ്ടുന്ന വല്ല കാര്യവുമുണ്ടോ? അവർക്ക് ഇതിനെ അട്ടിമറിക്കാൻ താല്പര്യമില്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ മതി. ഒന്ന്, പിന്നെ എന്താ പറയാ, പ്രോസ്പെക്ടസിൽ ഈ വകുപ്പ് വെക്കുന്നത്, സമീകരണത്തിന്റെ ഇക്വേഷൻ അതേപോലെ അച്ചടിച്ച് വെക്കുന്നത്. 2, ഈ 532 എന്ന് പറയുന്ന ഇതുവരെ എവിടെയും കേട്ടിട്ടില്ലാത്ത, അത് അതിന്റെ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു കമ്മിറ്റിയും ശുപാർശ ചെയ്യാത്ത ഒരു അനുപാതം ഈ വർഷം ഇതിനകത്തേക്ക് കെട്ടിക്കൊണ്ടുവന്നതും ഇവരുടെ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം എന്ന നിലയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അല്ലെങ്കിൽ അതിനവർ കൃത്യമായിട്ട് വിദഗ്ധ സമിതി ചൂണ്ടിക്കാണിച്ചു എന്നുള്ള തെളിവെങ്കിലും അവർക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടാവണം. എന്ത് തന്നെ ആയാലും ഇത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിൽ മുറിച്ചുരിക കൊണ്ട് യുദ്ധം ചെയ്യാൻ വിട്ട അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇത് ഇരുമ്പാണി വെക്കുന്നതിന് പകരം മുളയാണി വെച്ചിട്ടാണ് ഈ ചുരിക അവർ തീർത്തത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഈ വിഷയത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം, വിദ്യാർത്ഥി സംഘടനകളുടെയും അധ്യാപക സംഘടനകളുടെയും ഭാഗത്തു നിന്നുണ്ടായ കുറ്റകരം തന്നെയായ മൗനമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോയ കുട്ടികളുടെ കാര്യം നോക്കിയാൽ അറിയാം. ശരിക്കും പരീക്ഷ എഴുതിയ കുട്ടികൾ മാത്രമല്ല ഈ കേസിന് മുന്നിൽ അവരോടൊപ്പം ഉണ്ടാവേണ്ടിയിരുന്നത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ പിടിച്ചാണയിടുന്ന വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളുമാണ് ഈ കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കേസിൽ അവർ മിസ്സിംഗ് ആണ്, അവരില്ല. ഈ വിദ്യാർത്ഥി സംഘടനകളോ അധ്യാപക സംഘടനകളോ ഇല്ല. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും പരമപ്രധാനമായിട്ടുള്ള, അതായത് പൊതുവിദ്യാഭ്യാസത്തെ ചൊല്ലി നിരന്തരം ആണയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഉത്തരവാദിത്വ ബോധം ഉണ്ടാകേണ്ട, അതായത് പൊതുവിദ്യാഭ്യാസത്തെ ഏറ്റെടുക്കേണ്ട ഈ വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന പരമപ്രധാനമായിട്ടുള്ളൊരു വിഷയത്തിൽ
വളരെ കുറ്റകരമായിട്ടുള്ള നിസ്സംഗത, ഒരു ഉത്തരവാദിത്തമില്ലായ്മ കാണിച്ചതിന് പുറകിൽ എന്തായിരിക്കാം എന്നാണ് മാഷ് കരുതുന്നത്? യാതൊരു നീതീകരണവും അതിനില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിഷയം ഇത് ഞാൻ ആദ്യം എഴുതിയത് തന്നെയാണ്. നമ്മളൊരു വിഷയം അറിഞ്ഞില്ലെങ്കിൽ അത് അറിഞ്ഞില്ല എന്ന് പറയാം. പക്ഷെ അറിഞ്ഞിട്ടും നമ്മൾ അതിന് മൗനം പാലിക്കുന്നുണ്ടെങ്കിൽ അത് കുറ്റകരമാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞ 2024 നമ്മൾ ഇത് എഴുതുന്നതോടുകൂടി അക്കാദമിക് സമൂഹം ഇത് അറിയുന്നുണ്ട്, സ്കൂൾ അധ്യാപകർ അറിയുന്നുണ്ട്, KSTA ഈ പ്രശ്നം വരുന്നുണ്ട്. KSTA ആണല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപക സംഘടന. KSTA ഈ വിഷയം വരുന്നുണ്ട്. പലരും ഇത് പല നിലകളിൽ, ബ്രാഞ്ച് തലങ്ങളിലായാലും സബ് ജില്ലാ തലങ്ങളിലായാലും ജില്ലാ തലങ്ങളിൽ വരെ ഇത് നിരന്തരമായി ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അന്നൊന്നും KSTA സംസ്ഥാനതല നേതൃത്വം അർഹിക്കുന്ന ഒരു പ്രാധാന്യത്തോടു കൂടി ഇത് ചർച്ച ചെയ്തിട്ടില്ല. ഇത് യഥാർത്ഥത്തിൽ അവരിപ്പോ വേണമെങ്കിൽ പറയും ഞങ്ങൾ അതിനകത്ത് ഇടപെട്ടിരുന്നു, ഞങ്ങൾ അങ്ങനെ ആക്കിയിരുന്നു, ഇങ്ങനെ ആക്കിയിരുന്നു ഒക്കെ വേണമെങ്കിൽ പറയാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രതിഷേധവും അവർ ഉയർത്തിയിരുന്നില്ല. ഒരു പ്രതിഷേധം ഉയർത്തിയാൽ എന്താണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം അങ്ങ് വീണു പോകുമോ? ഒന്നും ഉണ്ടായിട്ടില്ല. SFI യഥാർത്ഥത്തിൽ ആ സമയത്ത് ഞാൻ പോസ്റ്റർ കണ്ടത് ഓർക്കുന്നുണ്ട്, ഇതിനകത്തൊരു അനീതിയാണ്, ഇത് തിരുത്തപ്പെടണമെന്ന് പറഞ്ഞൊരു പോസ്റ്റർ SFI ഇറക്കിയതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം അവർ മുന്നോട്ടേക്ക് പോയിട്ടില്ല. പൊതുസമൂഹത്തിൽ മുന്നോട്ടേക്ക് പോയിട്ടില്ല, വിദ്യാർത്ഥി സമൂഹത്തിനടുത്തേക്ക് പോയിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന SFIക്കൊക്കെ ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിൽ എല്ലാ വിദ്യാലയങ്ങളിലേക്ക് പോകാമായിരുന്നു. ഇതൊരു അക്കാദമികമായ വിഷയമാണ്, ഇത് ബോധിപ്പിക്കേണ്ട വിഷയമാണ്. അതിനകത്ത് അത് തിരുത്താൻ വേണ്ടി മുന്നിൽ നിൽക്കേണ്ടതായിരുന്നു. നമുക്കറിയാലോ, എൻഡോസൾഫാൻ നിരോധിക്കുന്നതിലേക്ക് നയിച്ചത് സുപ്രീം കോടതിയിൽ DOFI കൊടുത്തിട്ടുള്ള കേസല്ലേ. ഈ അത്രയും സാമൂഹ്യ പ്രാധാന്യമുള്ള നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരർത്ഥത്തിൽ എൻഡോസൾഫാൻ പോലെയുള്ള CBSE വിഷം തളിപ്പിക്കുന്ന ഒരു സാധനമാണിത്. അതിനെതിരെ യഥാർത്ഥത്തിൽ കോടതിയിൽ പോകേണ്ടതായാലും ശരി, അല്ലെങ്കിൽ അതിനെതിരെ നിരന്തരമായി ഒരു പത്രസമ്മേളനം വിളിച്ചതായിട്ട് ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഒരു പ്രസ്താവന KSTA സംസ്ഥാന സമ്മേളനത്തിൽ ഈ പറയുന്ന പ്രതിനിധികളുടെ നിർബന്ധത്തിന് വഴങ്ങി പ്രമേയമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പഠിക്കാൻ തയ്യാറായിട്ടില്ല. ബേസിക്കലി ഇത് എന്താണ് പ്രശ്നമെന്ന് പഠിക്കാൻ ഇപ്പോഴും തന്നെ തയ്യാറായിട്ടില്ല. പലർക്കും അറിയില്ല എന്താണ്, എങ്ങനെയാണ് ഈ മാർക്ക് കുറയുന്നത്, എങ്ങനെയാണ് കൂടുന്നത് എന്ന് അമ്പരപ്പോടു കൂടി ഇവർ നിൽക്കുകയാണ് ഇപ്പോൾ. ഇത് എത്രയോ എഴുത്തുകൾ വന്നു, എത്രയോ സംസാരങ്ങൾ വന്നു. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ കുറ്റകരമായ ഒരു അനാസ്ഥയാണ്. ഇത് ചോദ്യം ചെയ്യപ്പെടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതൊന്നും ചോദ്യം ചെയ്യപ്പെട്ടില്ല പിന്നെ എന്താണ് കേരളത്തിൽ അധ്യാപക പ്രസ്ഥാനത്തിനകത്തും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനകത്തും ബാക്കിയുള്ള അണികൾ ചോദ്യം ചെയ്യേണ്ടുന്നത്? ആ രീതിയിൽ നമ്മുടെ അക്കാദമിക അന്തരീക്ഷത്തെ തകർത്ത് കളയുന്ന, പൊതുവിദ്യാഭ്യാസത്തിന്റെ അക്കാദമിക അന്തരീക്ഷത്തെ തകർത്ത് കളയുന്ന ഒരു ഇതാണ്. അതിനകത്ത് കുറ്റകരമായ മൗനമാണ്. പ്രത്യേകിച്ചും വലതുപക്ഷ ആളുകൾ ഇത് ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അവരുടെ താല്പര്യം പലപ്പോഴും ഈ പറയുന്ന പൊതുവിദ്യാലയങ്ങൾ എന്നുള്ളത് തന്നെ ആവണമെന്ന് പോലുമില്ല. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും അധികം അൺഎയ്ഡഡ് സ്കൂളുകളും മറ്റ് CBSE സ്കൂളുകളെല്ലാം എപ്പോഴാണ് അനുവദിക്കപ്പെട്ടതെന്ന് നമുക്കൊരു ചരിത്രം പഠിച്ചു നോക്കിയാൽ അത് നമുക്ക് വലതുപക്ഷ താല്പര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും. എന്നാൽ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പോലും ഇപ്പോൾ ഈ പറയുന്ന CBSE ICSE അടക്കമുള്ള വിദ്യാലയങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നത്. അതാണ് നമുക്ക് പേടിപ്പിക്കുന്ന കാര്യം. നമ്മുടെ മന്ത്രിമാരെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പലരും ഈ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് പിന്തുണക്കുന്നത് എന്ന് കാണാം. അതെല്ലാം വളരെ ഭീതിതമായിട്ടുള്ള കാര്യമാണ്. ഭാവിയിലും ഇത് സാധിക്കുമോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉത്കണ്ഠപ്പെടുത്തുന്ന കാര്യവും ഇത്തരത്തിലുള്ള മൗനമാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ആ മൗനത്തെ വെടിയണം എന്നും ഇത് അടുത്ത വർഷമെങ്കിലും ഇത് എന്തായാലും നടപ്പിലാക്കും. അതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇന്ന് എന്ന് പറഞ്ഞ രീതിയിൽ തുടങ്ങിയാൽ മാത്രമേ വരുന്ന ഡിസംബറിൽ ഈ പ്രോസ്പെക്ടസിൽ ഇത് ഉൾപ്പെടുത്താൻ കഴിയൂ. അത് ഇന്നും അത് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് ഇഴഞ്ഞു നീങ്ങും, വീണ്ടും വീണ്ടും ഇത് ഇഴഞ്ഞു നീങ്ങും എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്ന കാര്യം. മാർക്ക് സമീകരണവുമായിട്ട് ബന്ധപ്പെട്ട് 4 ആഴ്ചയ്ക്ക് ശേഷം സുപ്രീം കോടതി വിശദവാദം കേൾക്കാനിരിക്കെ നമ്മൾ ഇതുവരെ, അതായത് കഴിഞ്ഞ 2 ദിവസം കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾക്കും അവതരിപ്പിച്ച ഡാറ്റകൾക്കും കൂടുതലായിട്ട് എന്തെല്ലാം വസ്തുതകളാണ് ഇനി നമുക്ക് കോടതിയിൽ സമർപ്പിക്കേണ്ടി വരിക? അതായത് കൂടുതലായിട്ടുള്ള അപ്ഡേഷനും കൂടുതൽ ഡാറ്റാ ബേസായിട്ടും വസ്തുതകളുടെ വെളിച്ചത്തിലുമൊക്കെ, മാത്രമല്ല ആർഗ്യുമെൻറ്റുകളുടെ കാര്യത്തിലുമൊക്കെ കൂടുതൽ യുക്തിഭദ്രമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം നേടിയെടുക്കാനാകും. അതിന് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് സർക്കാർ ഔദ്യോഗിക തലത്തിലും അല്ലാത്ത തരത്തിലുമൊക്കെ സുപ്രീം കോടതിയിൽ സ്വീകരിക്കേണ്ടി വരിക?
നമ്മളെല്ലാം ഒരു വിവരാവകാശ രേഖ വഴി എൻട്രൻസ് കമ്മീഷണറേറ്റിൽ നിന്ന് എടുക്കുന്ന ചില രേഖകൾ കൊണ്ടാണ് ഇത്രയും കാലം ഈ സമരം നമ്മൾ നയിച്ചിട്ടുള്ളത്. അവരുടെ കയ്യിൽ ഇതിനകത്ത് മൂടി വെക്കപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉണ്ടാവും. ഓരോ കാലത്തും CBSEക്ക് കൂടുതൽ കൊടുത്തതിന്റെയും കേരള സംസ്ഥാന ബോർഡിലെ വിദ്യാർത്ഥികൾക്ക് കുറച്ചതിന്റെയും മുഴുവൻ ശാസ്ത്രീയമായ വിവരവും അവരുടെ കയ്യിലുണ്ടാവും. ആ വിവരങ്ങളും കുട്ടികളുടെ സ്കോറുകൾ ഇപ്പം പ്രചരിപ്പിക്കപ്പെടുന്ന എല്ലാം തെറ്റാണ്. കാരണം CBSE വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന ഈ എൻട്രൻസിന് അപേക്ഷിക്കുന്ന ആദ്യത്തെ ഒരു 5000 എടുത്തു നോക്കി, 5000 CBSEക്കാർ എടുത്തു നോക്കിയാൽ അവർക്കെല്ലാം 90-ൽ കൂടുതലാണ് മാർക്ക് അവരുടേത്. അവർക്കൊന്നും മാർക്ക് കുറവൊന്നുമല്ല. CBSE ഇവിടെ മാർക്ക് താനും അവിടെ മാർക്ക് കുറവൊന്നുമല്ല. ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള വ്യാജമായിട്ടുള്ള പൊതുബോധങ്ങളെയും തിരുത്താൻ കൃത്യമായിട്ടുള്ള ഫാക്ടോടുകൂടി, അതിനേക്കാൾ രാഷ്ട്രീയമായ പ്രബുദ്ധതയോടുകൂടി, രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോടുകൂടി പൊതുവിദ്യാലയങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഇത് നിലനിൽക്കൂ. അല്ലെങ്കിൽ ഇത് നിലനിൽക്കില്ല. കാരണം ഇത് നമ്മൾ എതിർക്കുന്നത് ഈ പറയുന്ന സുപ്രീം കോടതി ആയാലും ഹൈക്കോടതി ആയാലും അതിനകത്തൊക്കെയുള്ള മറ്റു ചില താല്പര്യങ്ങൾ. അവരെല്ലാം CBSE വിദ്യാലയങ്ങൾ, ICSE വിദ്യാലയങ്ങൾ മോശമാണെന്ന് വിചാരിക്കുന്ന ആളുകളല്ല. നമ്മളും അങ്ങനെ വിചാരിക്കുന്നില്ല. പക്ഷേ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ഈ വിദ്യാലയങ്ങൾ, പ്രൊഫഷണൽ കോളേജുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകാത്തതിനെ കുറിച്ചാണ് നമ്മൾ പരിതപിക്കുന്നത്, അല്ലാണ്ട് അവർക്ക് കൊടുക്കുന്നതിനല്ല. ഒരു CBSE വിദ്യാർത്ഥി ഹന ഫാത്തിമ തന്റെ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത്രയും കാലം CBSEക്ക് ലഭിച്ചിരുന്ന വെയിറ്റേജ് ഇക്കുറി നിർത്തലാക്കി എന്നുള്ളതാണ്. CBSEക്ക് ഇത്രയും കാലം ലഭിച്ചിരുന്ന വെയിറ്റേജ് നിർത്തലാക്കി എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് റദ്ദാക്കിയത്. സത്യത്തിൽ അവർക്ക് ആ വെയിറ്റേജ് കിട്ടി, +20 മാർക്കും കിട്ടി. അവരെല്ലാവരും പഠിച്ചതിന് മുകൾ അവർക്ക് 20 സ്കോർ കൂടി അധികം കിട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ പറഞ്ഞതുപോലെ കൃത്യമായ കണക്കുകളും അതുപോലെ എല്ലാം അവരുടെ കയ്യിലുണ്ട്. അതിന്റെ എല്ലാ വിശദാംശങ്ങളും അവരുടെ കയ്യിലുണ്ട്. അതിനുപരിയായിട്ട് ജ്വലിച്ചു നിൽക്കേണ്ടുന്നത് പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ്. അത് മറന്നു പോകരുത്. അതിന് നിറമുങ്ങിയാൽ ബാക്കിയുള്ള എല്ലാ കണക്കുകളിലും വെള്ളം ചേർക്കപ്പെടും.